ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 31/7/2026 ഗസറ്റ് പ്രകാരം 56 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ജനറൽ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനും 13 ഡയറക്റ്റ് ജനറൽ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2 ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനും 9 സ്റ്റേറ്റ് വൈഡ് NCA നോട്ടിഫിക്കേഷൻസും 5 ബൈ ട്രാൻസ്ഫർ വിജ്ഞാപനങ്ങളും 8 NCA നോട്ടിഫിക്കേഷനും 1 ഡിസ്ട്രിക്ട് വൈസ് ജനറൽ നോട്ടിഫിക്കേഷനും 3 ഡിസ്ട്രിക്ട് വൈസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും 14 ഡിസ്ട്രിക്ട് വൈസ് NCA നോട്ടിഫിക്കേഷനുമാണ് PSC പുറത്തിറക്കിയത്. ഈ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 129/2026. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയുടെ നിശ്ചിത ഒഴിവുകളിലേക്ക് ഉദ്യോഗക്കയറ്റം വഴി നിയമനം ലഭിക്കുന്നതിനുള്ള അർഹതാ നിർണയ പരീക്ഷയ്ക്ക് വേണ്ടി പ്രസ്തുത സ്ഥാപനത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമന പരിധിയിൽപ്പെടുന്ന സബോർഡിനേറ്റ് കേഡർ തസ്തികകളിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത്. ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLCയോ അല്ലെങ്കിൽ തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ സബോർഡിനേറ്റ് സർവീസിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിക്കുന്ന തസ്തികയിൽ അപ്രൂവ്ഡ് പ്രൊബേഷണർ അല്ലെങ്കിൽ ഫുൾ മെമ്പർ ആയിരിക്കണം. 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിൻ്റെ ഒരു OMR പരീക്ഷയാണ്. അപേക്ഷാ ഫീസ് പറയുന്നില്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 073/2026. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയില് UGC മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ഫ്രഷ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറയുന്നത് 22 വയസ്സ് മുതൽ 49 വയസ്സ് വരെയാണ്. അതായത് 2/1/1977 1/1/2004 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഇരു തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ OBC SC ST ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് ന്യൂറോ സർജറിയിൽ MCH DNP ഡോക്ടറേറ്റ് ഓഫ് നാഷണൽ ബോർഡ് യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ച മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്നുള്ള ബേസിക് കോഴ്സിൽ ബയോമെഡിക്കൽ റിസർച്ച് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ കൗൺസിൽ ഫോർ മോഡേൺ മെഡിസിനിൽ സ്ഥിരമായ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 074/2026. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 56,500 തൊട്ട് 1,18,100 വരെയാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഈ 2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ, വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതും അല്ലെങ്കിൽ അംഗീകൃത സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ റാങ്കിലോ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഈ പ്രവൃത്തി പരിചയം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിന് ശേഷമുള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 078/2026. ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്.
സാലറി സ്കെയിൽ പറയുന്നത് 37,400 തൊട്ട് 79,000 വരെയാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 19 വയസ്സ് മുതൽ 48 വയസ്സ് വരെ. അതായത് 2/1/1978 1/1/2007 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ആ ട്രേഡിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ സർക്കാർ അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ നേടിയ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്ന നിലയിൽ നേടിയ പ്രവൃത്തി പരിചയവും ഈ തസ്തികയിലേക്കുള്ള പ്രവൃത്തി പരിചയമായി പരിഗണിക്കുന്നതാണ്. അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും കാഴ്ച പരിമിതിയിലുള്ള ഭിന്നശേഷിക്കാർക്കും പ്രവൃത്തി പരിചയ യോഗ്യതയിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതിനായിട്ട് നിശ്ചിത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പ്രവൃത്തി പരിചയ യോഗ്യത ക്ലെയിം ചെയ്യുന്നവർ നിർബന്ധമായും വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 079/2026. കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓർ സബ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് PSC വിളിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയിൽ പറയുന്നത് 36,500 തൊട്ട് 89,000 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത്. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നൽകുന്ന സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ 3% ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി മാറ്റിവെക്കുന്നതാണ്. അതുപോലെ ഈ സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ താൽക്കാലിക സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 5 വർഷം വരെ ഇളവ് ലഭിക്കും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 ബുധനാഴ്ച അർദ്ധരാത്രി വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 080/2026. ട്രാവൻകൂർ ഷുഗേഴ്സ് കെമിക്കൽ ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 35,700 തൊട്ട് 75,600 വരെയാണ് സാലറി സ്കെയിൽ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ ഉയർന്ന പ്രായപരിധി യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് അംഗത്വവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് അംഗത്വവും ഉണ്ടായിരിക്കണം. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ 4% ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മാറ്റിവെക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് പ്രായപരിധിയിൽ പരമാവധി 5 വർഷം വരെ ഇളവ് ലഭിക്കും. നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 2 വർഷത്തെ കാലയളവിനുള്ളിൽ ആകെ 1 വർഷം പ്രൊബേഷനിലായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 081/2026. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ബ്രെയിലിസ്റ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്.
35,600 തൊട്ട് 75,400 വരെയാണ് സാലറി സ്കെയിൽ. 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 48 വയസ്സ് വരെ. അതായത് 2/1/1978 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഉയർന്ന പ്രായപരിധി യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയരുത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ SSLC പാസ്സായിരിക്കണം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ ബ്രെയിൽ എഴുത്തിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിലുള്ള പ്രത്യേക ബ്രെയിൽ എഴുത്തു പരീക്ഷയ്ക്ക് ഹാജരാകാൻ തയ്യാറായിരിക്കണം എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ 4% ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപേക്ഷയിൽ രേഖപ്പെടുത്തിയ ജാതി, സമുദായം, SSLC ബുക്കിലെ വിവരങ്ങളും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് പരിശോധനാ സമയത്ത് ഗസറ്റ് വിജ്ഞാപനവും അതുപോലെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 082/2026. ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 31,100 തൊട്ട് 66,800 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് കേരള സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് സർവേയർ എന്നിവ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെക്കാൾ മുൻഗണന ലഭിക്കുന്നതാണ്. ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തെ കാലയളവിനുള്ളിൽ ആകെ 2 വർഷം പ്രൊബേഷനിലായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 083/2026. ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയിൽ. ആകെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 to 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ യോഗ്യതയുടെ അഭാവത്തിൽ അഗ്രികൾച്ചറൽ വിഷയത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാലും മതി. ഈ പോസ്റ്റിലേക്കുള്ള പ്രൊബേഷൻ കാലയളവ് എന്ന് പറയുന്നത് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തെ കാലയളവിനുള്ളിൽ ആകെ 2 വർഷം ഡ്യൂട്ടിയിൽ പ്രൊബേഷൻ ആയിരിക്കും. ഈ പ്രൊബേഷൻ കാലയളവിനുള്ളിൽ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ അതുപോലെ അക്കൗണ്ട് ടെസ്റ്റ് എന്നിവയൊക്കെ പാസ്സാകേണ്ടതായിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 084/2026. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത തുടങ്ങിയ വകുപ്പുകളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയിൽ. ഒഴിവുകളുടെ എണ്ണം നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 to 40 വയസ്സ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്.
പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഉണ്ടായിരിക്കണം. 2002 ജനുവരിക്ക് മുൻപാണ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായതെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലോ അതിൻ്റെ തത്തുല്യമായ കോഴ്സിലോ ഉള്ള പ്രത്യേക സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രത്യേക ഇളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർക്കും എക്സ് സർവീസ്മെൻ വിഭാഗത്തിലുള്ളവർക്കും ജോലിയിൽ പ്രവേശിച്ച ശേഷം പ്രൊബേഷൻ കാലയളവിനുള്ളിൽ മലയാളം ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത നേടിയാൽ മതിയാകും. അതുപോലെ സർക്കാർ ഇഷ്യൂ ചെയ്ത ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും പരിഗണിക്കില്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2/9/2026 ബുധനാഴ്ച വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 086/2026. കേരള സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 24,400 തൊട്ട് 55,200 വരെയാണ് സാലറി സ്കെയിൽ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ. അതായത് 2/1/1952 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഉയർന്ന പ്രായപരിധി യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. പ്രൊബേഷൻ കാലാവധി പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ 184 പ്രകാരം ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ ബന്ധപ്പെട്ട അപ്പെക്സ് സൊസൈറ്റിയുടെ റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിൽ പറയുന്ന കാലയളവിലേക്ക് ഉദ്യോഗാർത്ഥി പ്രൊബേഷനിലായിരിക്കും. ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 087/2026. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 24,400 തൊട്ട് 55,200 വരെയാണ് സാലറി സ്കെയിൽ. പ്രതീക്ഷിത ഒഴിവുകളാണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അപേക്ഷകൻ ഒരു മത്സ്യത്തൊഴിലാളി ആയിരിക്കണം, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയുടെ ആശ്രിതനോ ആശ്രിതയോ ആയിരിക്കണം. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുൻപേയായി റവന്യൂ അധികാരികളിൽ നിന്നും ഫിഷറീസ് ഓഫീസറിൽ നിന്നും ലഭിച്ച നിശ്ചിത മാതൃകയിലുള്ള ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ പിന്നാക്ക വിഭാഗക്കാർക്കും SC/ST വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 089/2026. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 19,000 തൊട്ട് 43,600 വരെയാണ് സാലറി സ്കെയിൽ. 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ 18 മാസത്തെ ITI കോഴ്സും അപ്രന്റീസ്ഷിപ്പും വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം അംഗീകാരമുള്ള ഏതെങ്കിലും ഫിലിം സ്റ്റുഡിയോയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇനി നിശ്ചിത പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമില്ലാത്ത SC/ST ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറയുന്നത് 18 to 40 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം.
2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗക്കാർക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയരുത്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 090/2026. കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 17,400 തൊട്ട് 46,450 വരെയാണ് സാലറി സ്കെയിൽ. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറയുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും 2/9/2026 വരെയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഒപ്പം HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ JDC യോഗ്യതയും ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു വിഷയമായി പഠിച്ച BCom ബിരുദം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗക്കാർക്കും നിയമാനുസൃതമായ പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 092/2026. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. UGC മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ശമ്പള സ്കെയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഒഴിവ് ST കാറ്റഗറിക്കാർക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2/9/2026 വരെയാണ്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള മറ്റ് സർവകലാശാലയിൽ നിന്നോ ബന്ധപ്പെട്ട വിഷയത്തിൽ ആയുർവേദ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം. അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള സ്ഥിരമായ A ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറയുന്നത് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1976 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയ്ക്ക് മറ്റ് പ്രായ ഇളവുകളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 093/2026. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ST വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെയാണ്. സാലറി സ്കെയിൽ പറയുന്നത് 55,200 തൊട്ട് 1,15,300 വരെയാണ്. 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. എന്നാൽ മറ്റുള്ളവരുടെ അപേക്ഷകൾ വരികയാണെങ്കിൽ അത് നിരസിക്കപ്പെടും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് ബന്ധപ്പെട്ട സർവകലാശാലകളിൽ നിന്നും കുറഞ്ഞത് 45% മാർക്കോടെ നേടിയ കെമിസ്ട്രിയിലുള്ള ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. അതുപോലെ റെഗുലർ കോഴ്സ് വഴി നേടിയ B.Ed ബിരുദം ഉണ്ടായിരിക്കണം. നിശ്ചിത വിഷയത്തിൽ B.Ed ഇല്ലാത്ത പക്ഷം മറ്റ് വിഷയങ്ങളിലെ B.Ed യോഗ്യതയും നിബന്ധനകൾക്ക് വിധേയമായി പരിഗണിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. M.Ed ഉള്ളവരെ B.Ed യോഗ്യതയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ നടത്തുന്ന നോൺ വൊക്കേഷണൽ ടീച്ചർക്കായിട്ടുള്ള സെറ്റ് പരീക്ഷ വിജയിച്ചിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 23 വയസ്സ് മുതൽ 49 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1977 1/1/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഈ ഉയർന്ന പ്രായപരിധി 49 എന്നത് 50 വയസ്സ് വരെയായിട്ട് ഇളവ് ചെയ്തിട്ടുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 091/2026. വനം വന്യജീവി വകുപ്പിൽ സർവേ ലാസ്കർ, ഡിപ്പോ ആൻഡ് വാച്ചർ, സ്റ്റേഷൻ വാച്ചർ, പ്ലാന്റേഷൻ വാച്ചർ, മേസ്ത്രിമാർ, TB വാച്ചർ, ബംഗ്ലാവ് വാച്ചർ, ടിംബർ സൂപ്പർവൈസർ, ടോപ്പ് വാർഡൻ, റിസർവ് വാച്ചർ, താന വാച്ചർ, ഡിസ്പെൻസറി അറ്റൻഡന്റ് എന്നീ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയില് 23,000 തൊട്ട് 50,200 വരെയാണ്. ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെയാണ്. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. എന്നാൽ ബിരുദം നേടിയവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. ശാരീരിക യോഗ്യതകൾ പറയുന്നത് ഉയരം കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. നെഞ്ചളവ് കുറഞ്ഞത് 79 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. നെഞ്ച് വികാസം കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. ഇന്ന് പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 വരെയാണ്. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം ഇപ്പം പ്രൊഫൈലിൽ ആക്റ്റീവാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിനാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.